നമസ്കാരം. നിയമവിരുദ്ധമായിട്ട് രൂപീകരിക്കപ്പെട്ട കേരള വഖഫ് ബോർഡിൻ്റെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. അതായത് ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടിട്ട്, അത് നിയമവിരുദ്ധമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആയതുകൊണ്ട് അതിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ ഒരു വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. എന്നാൽ ഞാൻ ഈ ഹർജി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ഷോൺ ജോർജ് ഒരു ഹർജി ഫയൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ പുതിയ വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡിലേക്ക് 2 നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യണം. എന്നാൽ അത്തരത്തിൽ ഒരു നിയമനം നടന്നിട്ടില്ല. അതുകൊണ്ട് 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ ഈ വഖഫ് ബോർഡിലേക്ക് നിയമിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അല്ലാതെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ല. തുടർന്ന് മറ്റൊരു ക്രിസ്ത്യൻ സംഘടന ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തു. അവരുടെ ആവശ്യം ഇതുപോലെ നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ആ ഒരു ഗ്രൗണ്ടിൽ ഒരിക്കലും വഖഫ് ബോർഡിനെ പിരിച്ചുവിടത്തില്ല. കാരണം 2 നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ മാത്രം കോടതി പറഞ്ഞാൽ മതിയാകും. തുടർന്ന് ഒരു മുസ്ലിം സംഘടന ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തു. അതിൽ അവരുടെ ആവശ്യം അവരുടെ ഉപമത വിഭാഗത്തിന്, കാരണം ഈ സുന്നി, ഷിയ, ബോറ, അഗാഖാനി ഇങ്ങനെയൊക്കെയുള്ള പല ഉപമത വിഭാഗങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പർട്ടിക്കുലർ ഉപമത വിഭാഗത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതൊന്നും തന്നെ ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ തക്ക കാരണങ്ങളല്ല. അതുകൊണ്ടാണ് ഏറ്റവും അവസാനമായിട്ട് എനിക്കൊരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ട് പുതിയ ഒരു വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. ഞാൻ ഉന്നയിച്ച കാരണങ്ങൾ: നേരത്തെ ഈ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത് കുറച്ച് അംഗങ്ങളെ തിരഞ്ഞെടുക്കും, മറ്റുള്ളവരെ സർക്കാർ നോമിനേറ്റ് ചെയ്യും. അപ്പോൾ MP, MLA, ബാർ കൗൺസിൽ മെമ്പർ, അതുപോലെ തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള വഖഫുകളിലെ മുത്തവല്ലിമാർ ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഇലക്ടറൽ കോളേജും ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള മുസ്ലിം MPമാർ MPയെ തിരഞ്ഞെടുക്കും, അതുപോലെ MLAമാർ MLA തിരഞ്ഞെടുക്കും, ബാർ കൗൺസിലിലെ മുസ്ലിം മെമ്പേഴ്സ് ബാർ കൗൺസിൽ മെമ്പറെ തിരഞ്ഞെടുക്കും. അങ്ങനെ വന്നപ്പോൾ കാലാകാലങ്ങളിലായിട്ട് ഈ അധികാരവും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ മാത്രമാണ് ഈ വഖഫ് ബോർഡിലേക്ക് നിയമിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരാനും ഈ അവശ വിഭാഗങ്ങൾക്ക് കൂടി, മുസ്ലിം മതത്തിലെ അവശ വിഭാഗങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ 11 അംഗങ്ങളെയും സർക്കാരിനെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. അപ്പോഴെന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഉപമത വിഭാഗങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് സർക്കാരിനെ നോമിനേറ്റ് ചെയ്യാം. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നില്ല. എന്നാൽ ഈ അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഫെബ്രുവരി മാസം 4-ാം തീയതി ഒരു പുതിയ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തു, ഈ നോൺ മുസ്ലിം മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് മുസ്ലിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി 2 വേക്കൻസി ഒഴിച്ചിട്ടുകൊണ്ട് 9 പേരെ മാത്രം നോമിനേറ്റ് ചെയ്തു. നാം മനസ്സിലാക്കേണ്ടത് ഈ 9 പേരും സുന്നി മത വിഭാഗക്കാർ മാത്രമാണ്. മറ്റുള്ള ഉപമത വിഭാഗങ്ങൾക്ക് ഒരു പ്രാതിനിധ്യവും നൽകിയില്ല. നാം ആലോചിക്കേണ്ടത്, ഈ നോൺ മുസ്ലിം മെമ്പേഴ്സിനെ ഏതെങ്കിലും 2 വേക്കൻസിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതും പിണറായി വിജയൻ സർക്കാർ മറന്നുപോയി. കാരണം മുസ്ലിമുകൾ തന്നെ ആയിരിക്കണം എന്നുള്ള കുറച്ച് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നോൺ മുസ്ലിം മെമ്പറെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമതായിട്ട് ഈ എക്സ് ഒഫിഷ്യോ മെമ്പർമാർ, MP, MLA, ബാർ കൗൺസിൽ മെമ്പർ, ജോയിൻറ്റ് സെക്രട്ടറി ടു ദ ഗവൺമെൻറ്, അവരൊക്കെ എക്സ് ഒഫിഷ്യോ മെമ്പർമാരാണ്. ഇനി അഥവാ എക്സ് ഒഫിഷ്യോ മെമ്പർമാർ നോൺ മുസ്ലിമുകൾ ആണെങ്കിൽ പോലും അവരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള തസ്തികകളിൽ വേണം ഈ 2 നോൺ മുസ്ലിം മെമ്പർമാരെ നിർബന്ധമായി നിയമിക്കേണ്ടത്. അപ്പോൾ ഈ ഷോൺ ജോർജും മറ്റുള്ളവരും ഒക്കെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു നോമിനേഷൻ നടത്താൻ സാധിക്കില്ല. കാരണം ബാർ കൗൺസിൽ മെമ്പർ അതും എക്സ് ഒഫിഷ്യോ മെമ്പറാണ്. അപ്പോൾ അതിൽ നോൺ മുസ്ലിമിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ ടൗൺ പ്ലാനിംഗ്,
ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ പ്രാവീണ്യം നൽകിയ കിട്ടിയിട്ടുള്ള ആൾക്കാരിൽ ഒരു വേക്കൻസി ഉണ്ട്. അതിൽ വേണമെങ്കിൽ ഒരു നോൺ മുസ്ലിമിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് എനിക്ക് അവസാനമായിട്ട് ഒരു പുതിയ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ഇത് സുന്നിക്കാർ മാത്രമാണ്, മറ്റുള്ള ഉപമത വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടില്ല, ബാർ കൗൺസിൽ മെമ്പറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല, പിണറായി വിജയൻ അപ്പോയിൻറ്റ് ചെയ്ത MLA ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം MLA അല്ല, എന്നാലും അദ്ദേഹം അതിൽ തുടരുന്നു. കൂടാതെ വഖഫ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാരിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കണം എക്സ് ഒഫീഷ്യോ മെമ്പർ. എന്നാൽ പകരം പിണറായി അപ്പോയിൻറ്റ് ചെയ്തത് നിയമവകുപ്പിലെ ഈ വഖഫ് വിഷയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അഡീഷണൽ സെക്രട്ടറിയെ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കോടതി മുമ്പാകെ അവതരിപ്പിച്ചത്. അതായത് കോടതിക്ക് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള രീതിക്കുള്ള ഒരു ഹർജിയായിരുന്നു എൻ്റേത്. എന്നാൽ ഇന്ന് സർക്കാർ ഒരു കൗണ്ടർ കൊടുത്തു. ഞങ്ങൾ ഈ വാദികളുടെ കാര്യങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ പുതിയൊരു വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വഖഫ് ബോർഡിന് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണി സാർ ഹാജരായിട്ട് പറഞ്ഞു, ഞാൻ ഈ വഖഫ് ബോർഡിൻ്റെ ഈ സർക്കാരിൻ്റെ അഫിഡവിറ്റ് വായിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഒരാഴ്ച സമയം തരണമെന്ന് പറഞ്ഞു. ഒരു ഖണ്ഡികയേ ഉള്ളൂ കേട്ടോ ആ അഫിഡവിറ്റ്. അപ്പോൾ അദ്ദേഹം അത് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ വക്കീൽ അതിനെ വളരെ കാര്യമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടും സർക്കാരിൻ്റെ ഈ ഹർജിയെ അനുകൂലിച്ചു കൊണ്ടുള്ള നിലപാടിനെ കണക്കിലെടുത്തുകൊണ്ടും ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി അടുത്ത ഒരാഴ്ചത്തേക്ക് ഒരു തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല എന്നും ജുഡീഷ്യലായിട്ടുള്ളതു വരെ ഏതെങ്കിലും കേസുകളോ ഒന്നും തന്നെ ഈ വഖഫ് ബോർഡ് ഈ ഒരാഴ്ചത്തേക്ക് നടത്താൻ പാടില്ല എന്നും ഉള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ബുധനാഴ്ച വീണ്ടും ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കും. അന്തിമമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വഖഫ് ബോർഡ് പിരിച്ചുവിടപ്പെടും. പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ 14 അടിസ്ഥാനത്തിൽ അതൊക്കെ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പറ്റൂ സർക്കാരിന് എന്നുള്ളൊരു അവസ്ഥ വരും. ഞാൻ ഈ VD സതീശൻ സർക്കാരിന് ഒരു ഉപയോഗം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയക്കാരൊക്കെ എവിടെയെങ്കിലും അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയില്ലേ. അപ്പോൾ ഈ വഖഫ് ബോർഡിൽ ഇപ്പോഴുള്ള 9 കമ്മികളെ മാറ്റിയതിന് ശേഷം പുതിയ 11 കൊങ്ങികളെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് ഞാൻ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ അനധികൃതമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന വഖഫ് ബോർഡിനെതിരെ ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചു. കാരണം ഈ ബോർഡാണ് മുനമ്പത്തെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ആവശ്യവും എൻ്റെ ഹർജിയിൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസിൻ്റെ അവസാനം ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിടപ്പെടും, പുതിയ ഒരു വഖഫ് ബോർഡ് നിലവിൽ വരും. കഴിഞ്ഞ ഈ വഖഫ് ബോർഡ് ഈ മുനമ്പത്തെ ഉമൈദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കാര്യവും മിക്കവാറും നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ എൻ്റെ വീഡിയോകളിൽ കൂടി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹായം കൂടി എനിക്ക് വേണം. കാണാൻ ആൾക്കാർ കൂടുതലുള്ളപ്പോൾ പറയാനുള്ള ഒരു ത്വരയും ഒരു ആവശ്യവും എനിക്കും ഉണ്ടാകും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സദയം സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.